ഗൈസ്, എയിംസ് ക്യാമ്പസിനകത്ത് തന്നെയാണ് ഇന്നും നാഗ്പൂരിൽ. ക്യാമ്പസിലെ ബിൽഡിങ്സൊക്കെ കാണാൻ നിങ്ങൾക്ക്, അക്കാഡമിക് ബിൽഡിങ്സ്, ഹോസ്പിറ്റൽ ബിൽഡിങ്സൊക്കെ ദൂരെ. പക്ഷെ ഇവിടെ എനിക്ക് വേറെ സ്ഥലം ഇഷ്ടപ്പെട്ടത്, ഭയങ്കര ഒരു ശാന്തമായ ഒരു അമ്പലം. വളരെ ഒരു നോർത്ത് ഇന്ത്യൻ ആംബിയൻസ് ഉള്ളൊരു അമ്പലം. എൻ്റെ ക്യാമറ ഞാൻ ഇവിടെ വയ്ക്കുകയാണ്. ക്യാമറയുടെ വെച്ചിട്ട് മൊത്തത്തിൽ എക്സ്പോസ് ചെയ്യുകയാണ്. കാരണം ഇവിടുത്തെ കാറ്റ് തലയിലേക്ക് അടിക്കുമ്പോൾ നല്ല സുഖം. ഈ അമ്പലത്തിനൊരു പ്രത്യേക സുഖം. പിൻസി അമ്പലത്തിലോട്ട് കയറിയിട്ടുണ്ട്, കാണാമല്ലോ. രസമുള്ളൊരു സുഖം അല്ലേ? മീൻസ് സങ്കടത്തിലാണോ വീണ്ടും? ഇഷ്ടപ്പെട്ടു കേട്ടോ. വേറൊന്നുമല്ല, ഭയങ്കര ഒരു ശാന്തമായ സംഭവം. 2 മിനിറ്റ് ഇവിടെ ഇരുന്ന് എനിക്ക് 2 മിനിറ്റ് ഇരിക്കാൻ വേണ്ടി മാത്രം, ഇരിക്കാൻ വേണ്ടി ഇരുന്നു. ഇപ്പം തന്നെ എണീറ്റ് പോവാം. ബ്ലൂ സ്കൈ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സ്ഥലം, ഈ അമ്പലത്തിൻ്റെ ഏരിയ. കാരണം ഇതുപോലെയാണ് അറേഞ്ച്മെൻറ്റ്. ഒരു അമ്പലമാണെന്ന് പറഞ്ഞാൽ അമ്പലമാണ്, പക്ഷേ ഇരിക്കാനുള്ള സംഭവം ഇവിടെ ടൈൽസാണ്, മൊസൈക്കാണ്, എന്തോ അല്ല എന്ത് ഇട്ടിരിക്കുന്നത്, ഗ്രാനൈറ്റോ, അതും കുറേ കസേരകളും. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് പോവുക. മോനെ കണ്ടു, നാനെ വിട്ടിട്ട് ഇനി പോവുകയാണ് ഞങ്ങൾ. ഇപ്പം അവൻ ഡിസംബറിൽ ഞങ്ങളെ കാണാൻ വരുമായിരിക്കും, തിരക്കില്ലെങ്കിൽ. ഇനി അവൻ്റെ അടുത്തൊരു 5.5 വർഷക്കാലം ഇവിടെ ആയിരിക്കും. അപ്പോൾ അവനെ വിട്ടിട്ട് വരണമെന്ന് ചെറിയൊരു വിഷമത്തിലാണ് കൃഷി. ചിരിയൊക്കെ ചുമ്മാണ്. നേരെ ഭക്ഷണം, ഒരു പാഴ്സൽ മേടിക്കണം, എയർപോർട്ടിലേക്ക് പോകണം. 9 മണിക്ക് ഫ്ലൈറ്റ് ടു ഗോവ. കാറ് ഞങ്ങളൊരു ഊബറിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുള്ളിക്ക് ഒരു 500 രൂപ എക്സ്ട്രാ കൊടുക്കുകയാണ്, ഈ പറഞ്ഞ വെയിറ്റിങ്ങും കാര്യങ്ങളെല്ലാം കൂടി കൊടുക്കുക. അയാളുടെ സംഭവങ്ങൾ അയാളത് ഓഫ്ലൈനിലാക്കി വെച്ചു. അതിൻ്റെ ഒരു ചാർജും എല്ലാം കൂടി കൂട്ടി. അപ്പോൾ ശരി, ഓക്കെ, ബൈ. ഓൾമോസ്റ്റ് നാഗ്പൂർ എപ്പിസോഡ് ഇവിടെ തീരുക കേട്ടോ. ഒരു ബാറ്ററി ഓപ്പറേറ്റഡ് വണ്ടി ഉണ്ടല്ലോ മീൻസ് ഇവിടെ. ഓക്കെ, ബൈ, എല്ലാവർക്കും ബൈ. നാഗ്പൂർ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.